കേരളത്തിൽ നിന്ന് രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പി.വി. അൻവർ എം.എൽ.എ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളിൽ മുഴുകുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് അടുത്ത നീക്കം? അദ്ദേഹം തന്നെ നമ്മളോട് വിശദീകരിക്കും. ഉടൻ തൃണമൂൽ കോൺഗ്രസ് ആകുമോ? ഇതിങ്ങനെ വാർത്തകൾ ഞാനും കാണുന്നുണ്ട്. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK നിങ്ങൾക്കറിയാം, നമ്മളൊരു സോഷ്യൽ ഫോറമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കണമെന്ന ഒരു പൊതു തീരുമാനം ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ DMK ആയിട്ട് തുടരണമോ അതല്ല വല്ല ദേശീയ പാർട്ടികളുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് കാര്യങ്ങൾ എവിടെ എത്തിയിട്ടില്ല. എന്തായിരുന്നാലും കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായിക്കൊണ്ട്, ഒരു പൊളിറ്റിക്കൽ സാന്നിധ്യമായിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അത്രയേ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ ഡെറിക് ഒബ്രിയാൻ അടക്കമുള്ളവരെ അങ്ങ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരു ശ്രദ്ധ പോകാനായിട്ടുള്ള കാരണം എന്താണ്? ഇല്ലല്ല, അങ്ങനെ തൃണമൂലിലേക്കായിട്ട് ശ്രദ്ധ പോയിട്ടില്ല. ഡെറിക് ഒബ്രിയാനെ ഞാൻ കണ്ടു നിങ്ങൾ പറയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ രാധാകൃഷ്ണൻ അറിയാമല്ലോ, അവൻ പറയാതെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും സംസാരിക്കുകയും ഒരു രാഷ്ട്രീയ തലസ്ഥാനം എന്ന നിലക്ക് പ്രതിപക്ഷ ഭരണപക്ഷവും അല്ലാത്തവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ആ ഒരു രീതിയിൽ അതിനെയൊക്കെ കണ്ടാൽ മതി. മുസ്ലിം ലീഗ് നേതാക്കൾ എടുക്കുന്ന ഒരു സമീപനം അതിനെ എങ്ങനെ കാണുന്നു? അങ്ങോട്ട് തുറന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അല്ല, അതിൽ തടസ്സങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമീപനമായാലും മുസ്ലിം ലീഗിൻ്റെ സമീപനമായാലും കേരളത്തിലെ UDFൻ്റെ സമീപനമായാലൊക്കെ അവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ ഒന്നും കൂടി ശക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ജനത ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടതും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ നിലക്ക് രാഷ്ട്രീയമായി നമ്മൾ ഉയർത്തുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അവരുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ദീർഘദൃഷ്ടിയും അതിനോട് യോജിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏതൊക്കെ മേഖലയിൽ ആരോടൊക്കെ ഒരുമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുമിച്ച് പോകും. അത്രയേ ഉള്ളൂ. അതിൽ ഈ വയനാടുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കൂടി ഒരു വരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. സമീപത്താണ് ഈ വയനാട് സംഭവങ്ങളുണ്ടായത്. ഈ നിവേദനം നൽകുന്നതിലടക്കം കേരളത്തിന് വീഴ്ച പറ്റിയെന്ന് സ്ഥാപിക്കാനാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിച്ചത്. ആ നിവേദനം നൽകുന്നത് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമാണോ, അതോ ജനങ്ങളോടുള്ളൊരു സമീപനം അത് ഉചിതമാണോ? അല്ല, എനിക്കൊരു മറ്റൊരു ആംഗിളാണ് ആ കാര്യത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ നിലപാട് സംസ്ഥാനത്തോട് വളരെ മോശമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് GSTയുടെ ഷെയർ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപ നമുക്ക് നൽകാനുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ തുടരുകയാണ്. പക്ഷേ വയനാടിനെ പോലെയുള്ള ഒരു ഡിസാസ്റ്റർ അതിൻ്റെ 3 വർഷം മുമ്പ് നിലമ്പൂരിലുണ്ടായതാണ്. ഈ പറയുന്ന കവളപ്പാറയിൽ 59ഓളം ആളുകൾ മരണപ്പെടുകയും ഈ പറയുന്ന 200ഓളം വീടുകൾ പൂർണ്ണമായി നശിക്കുകയും മണ്ഡലത്തിലെ 10,000ഓളം വീട്ടിൽ വെള്ളം കയറുകയും 1000ഓളം വീടുകൾ ഭാഗികമായി നശിക്കുകയും ഒക്കെ ചെയ്ത സംഭവം നിലമ്പൂരിലുണ്ടായതാണ്. അന്ന് അതിന് നമ്മൾ 6 മാസം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടായിരുന്നു, പൊതുസമൂഹത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? വയനാട്ടിൽ സംഭവിച്ചത് പൊതുസമൂഹത്തിൽ നിന്ന്, സോഷ്യൽ സംഘടനകളിൽ നിന്ന്, പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന്, സാമുദായിക സംഘടനകളിൽ നിന്ന് വലിയ സഹായം നൽകാൻ അവരൊക്കെ തയ്യാറായിട്ട് വന്നു. ഗവൺമെൻറ് എന്ത് സ്റ്റാൻഡ് എടുത്തു? സ്റ്റോപ്പ്, ആയിട്ടില്ല, നിങ്ങളവിടെ നിൽക്കണം, ഇത് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുമായി സഹകരിക്കാം. ആരുമായിട്ട്? ഗവൺമെൻറ്റുമായിട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയങ്ങൾ തീരുന്ന സമയമായി. 4-5 മാസമാകുമ്പോഴാണ്. 6 മാസം കൊണ്ട് നിലമ്പൂരിലെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും ഞങ്ങളന്ന് പരിഹരിച്ചു. 565 കോടി രൂപയാണ്. ഇന്നലെ ഞാൻ എവിടെ കണക്ക് കണ്ടു. വയനാടിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടി. കാരണം അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന് സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെന്ന്. അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി. വയനാട് ദുരന്തത്തിന് മാത്രം ഏകദേശം 600ഓളം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തി നിൽക്കുകയാണ്. ഈ പണം എന്തിനാ? സെൻട്രൽ തരാത്ത വിഷയം അവിടെ നിൽക്കട്ടെ, അത് വാങ്ങിയെടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. 1 കോടി വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ ജനങ്ങൾ കൊടുത്ത മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. എന്താണ് ആ പണം അൺയൂട്ടിലൈസ്ഡായി കിടക്കുന്നത്? മാത്രമല്ല ഇപ്പോൾ പറയുന്നത് എന്താണ്? സർക്കാർ മുൻകാലങ്ങളിൽ
ലീസിന് കൊടുത്ത ഭൂമിയിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കാനാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ലീഗൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന വളരെ അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഒരു ലോങ് ടേമിലാണെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ശരിയാണ്. ഇത്തരത്തിൽ അനാവശ്യമായി അന്യാധീനമായി കൈവശം വച്ചിരിക്കുന്ന ഒരുപാട് ഭൂമികൾ കേരളത്തിലുണ്ട്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനി ഒക്കെ തിരിച്ചു പിടിക്കണം. പക്ഷേ ഈ ഒരു ദുരന്തത്തെ എന്തിനാ അതുമായി കൂട്ടിക്കെട്ടുന്നത്? ആ പേരിലാണല്ലോ അപ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഈ 1,500 ആളുകൾക്ക് വീട് വെക്കാനുള്ള ഭൂമി വേറെയും വയനാട് ജില്ലയിൽ കിട്ടാനുണ്ടല്ലോ. ഇനി വേണ്ട, അവരുടെ താല്പര്യപ്രകാരം പോകട്ടെ എന്ന്. ആ കുടുംബങ്ങളുടെ താല്പര്യത്തിനാണുള്ള പരിഗണന നൽകേണ്ടത്. അവർക്ക് ഈ പറയുന്ന 1 കോടി വെച്ച് രൂപ വേണമെങ്കിൽ കൊടുക്കാം. മരണപ്പെട്ട ആളുകളുടെ എണ്ണം കണക്കാക്കിയിട്ട് അതിനൊരു പാരാമീറ്റർ നിശ്ചയിക്കാം. ഇതൊക്കെ എന്നോ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതാണ്. മുസ്ലിം ലീഗ് വലിയ പണം പിരിച്ച് അവരെ കയ്യിൽ ഈ പൈസ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. നിരവധി സഭകൾ, നിങ്ങൾ റിപ്പോർട്ടർ TV അടക്കം എന്തോ വീടുകളിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചതാണ്. അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഇനിയിപ്പോൾ എന്താ സ്ഥിതി? അവർക്ക് വാടക കൊടുക്കാൻ കഴിയുന്നില്ല. വീടിൽ നിന്ന് പല സ്ഥലവും ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് വീട്ടുടമസ്ഥർ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ദുസ്ഥിതിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്? ജനങ്ങൾ നൽകിയ പല സൗകര്യങ്ങളും അന്ന് നിഷേധിച്ചു വരക്കും, ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഭക്ഷണം കൊടുത്തവരെ പോലീസിനെ വെച്ച് അടിച്ചോടിച്ചു. അതിന് നേതൃത്വം നൽകിയത് ഈ അജിത് കുമാറാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ വയനാട് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസിനെ വെച്ചിട്ട് ഇതിനെ തടസ്സപ്പെടുത്തുക, ജനങ്ങൾ നൽകുന്ന സംഭാവനകൾ സ്വീകരിക്കാതിരിക്കുക, എന്താ ഉദ്ദേശം? അവിടെ സിദ്ദീഖാണ് ഇതിന് നേതൃത്വം നൽകിയത്. സ്വാഭാവികമായിട്ടും ഒരു MLA നിലക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് സംഭവവികാസം ഉണ്ടായത്. ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനം കൊണ്ട് UDFന് വലിയ രാഷ്ട്രീയ നേട്ടം ഭാവിയിൽ ഉണ്ടാകുമോ എന്നിടത്തേക്കാണ് ആര് പോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകുന്നത്. ഇതിനൊക്കെയുള്ളൊരു മറുപടി അതൊക്കെ ആയിരിക്കില്ലേ അങ്ങയുടെ ഒരു ഡൽഹി സന്ദർശനം? എന്തായാലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമല്ലോ, അത് സാധിക്കുന്നിടത്തേക്ക് എത്തുമെന്ന് കരുതുന്നു. അല്ല, ഞാനത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളുമായി സംസാരിക്കും. ഈ കാത്തിരിപ്പിനൊരു അർത്ഥമില്ല. വയനാട്ടിലെ ജനതയെ സംബന്ധിച്ച് ഇതിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളും ബന്ധുക്കളും അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. അവിടെ രാഷ്ട്രീയം കളിക്കുന്നത് എന്ത് കമ്മ്യൂണിസമാണ്? ഞാനിതിൽ മനസ്സിലാക്കുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. കാരണം അവിടെ ഇത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും MLA നിലക്ക് അദ്ദേഹം മുന്നിലുണ്ടാവും, സിദ്ദീഖ് മുന്നിലുണ്ടാവും, സ്വാഭാവികമാണ്. അത് വയനാടിൻ്റെ ഈ 3 മണ്ഡലങ്ങളെയും രാഷ്ട്രീയമായിട്ട് UDFന് അനുകൂലമായി സ്വാധീനിക്കുമോ എന്ന ദുഷ്ടചിന്ത മാത്രമാണ് ഈ വിഷയങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ അത് പറയാനുള്ള ത്രാണി ആർക്ക് വേണം? കോൺഗ്രസ്സിന് വേണം, UDFന് വേണം. അത് അവരത്രയും ശക്തമായ ഭാഷയിൽ പറയുന്നില്ല. ഇത് ജനങ്ങളിനി ഇടപെടുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യരെ സഹായിക്കാനുള്ള, ആത്മാർത്ഥമായി സഹായിക്കാനുള്ള രാഷ്ട്രീയ നിലപാടിനപ്പുറം ഒരു മനുഷ്യത്വപരമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ രാഷ്ട്രീയ ചർച്ചകളുടെ, ഡൽഹി ചർച്ചകളുടെ ഒരു അവസാനം എങ്ങനെയായിരിക്കും? എത്ര ദിവസം കൂടി ഉണ്ടാവും? അല്ല, അത് അങ്ങനെ പെട്ടെന്ന് പറയാറായിട്ടില്ല. അതിനൊരു ദിവസവും ടൈമൊന്നും വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മളൊരു രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ പല ആംഗിളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. വെറുതെ അങ്ങോട്ട് പോയിട്ട് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുക എന്നുള്ളതല്ല. മാത്രമല്ല, ഈ ഭാരിച്ച ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ ഒരു വ്യക്തിയുടെ പെടലിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വിശാലമായി കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരു 5 ആൾ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ സ്വയം ചിന്തിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലൊരു ഡിസിഷൻ എടുക്കാൻ. അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഡൽഹിയിൽ നിന്ന് എന്തായാലും മടങ്ങുമെന്ന്? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഡൽഹിയിൽ കൂടാൻ പറ്റും. ഞങ്ങളിപ്പോൾ കേരളത്തിലെ പല വിഷയങ്ങളുണ്ട്, നമ്മൾ ഇടപെടേണ്ട പല വിഷയങ്ങളുണ്ട്. വയനാട് തന്നെ നമ്മളതൊരു സമരമായി ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ സമരമായി ഏറ്റെടുക്കാനുള്ള ഒരു ഗൗരവമായിട്ടുള്ള ആലോചന നടക്കുന്നുണ്ട്. പിന്നെ ആദ്യം പ്രഖ്യാപിച്ച കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അത് ആ വിഷയത്തിൻ്റെ സമരം, തൊഴിലില്ലായ്മ കേരളത്തിലെ വളരെ പ്രധാനമായ പ്രശ്നമാണ്. ഒരാളും അത് ഏറ്റെടുക്കാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഈ പറയുന്ന സർഫാസിയുടെ മറവിൽ നടക്കുന്ന അനാവശ്യമായ ജപ്തിയും അതിൻ്റെ പേരിൽ ജനങ്ങൾ നടക്കുന്ന ആത്മഹത്യാ മരണങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ സമരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഡൽഹിയിൽ നമുക്ക് നിൽക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് പോകും.
സ്ഥിരമായി ഡൽഹിയിലില്ലെങ്കിലും വലിയ ഒരു രാഷ്ട്രീയ അജണ്ടയും ഒപ്പം തന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജീവൽഗന്ധിയായിട്ടുള്ള ചില അജണ്ടയുമാണ് തൻ്റെ ഈ സന്ദർശന ലക്ഷ്യമെന്നാണ് PV അൻവർ പറയുന്നത്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ നിന്ന് മടങ്ങുമെന്നും പറയുന്നു. R. രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, ഡൽഹി.